മഹദിയായ ഉത്ബത്ത് ബിൻ ഫർഖദ് എന്നവരുടെ ഭാര്യ പറയാണ്, ഞങ്ങൾ 3 ഭാര്യമാരാണ് ബഹുമാനപ്പെട്ട ഉത്ബത്ത് എന്നവർക്ക്. ഞങ്ങളെല്ലാം മത്സരിക്കും നല്ല അത്തർ ഉപയോഗിച്ചിട്ട് നല്ല സുഗന്ധം തേച്ചിട്ട് ഭർത്താവിന്റെ അടുക്കൽ വരാൻ. ഞാൻ വിചാരിക്കും അടുത്ത ഭാര്യയേക്കാൾ നല്ല സുഗന്ധം ഞാൻ വാങ്ങണം. അവൾ വിചാരിക്കും അതിനേക്കാൾ നല്ല അത്തർ ഞാൻ ഉപയോഗിക്കണം. എന്നിങ്ങനെ ഞങ്ങളെല്ലാം മത്സരിക്കും. പക്ഷേ وما كان عتبة يمس من الطيب شيئا إلا أن يدهن دهنا. ഭർത്താവായ ഉത്ബത്ത് എന്നവർ ഒരിക്കലും അത്തർ തേച്ച് നമ്മൾ കണ്ടിട്ടില്ല, എണ്ണ തേക്കാറേ ഉള്ളൂ. എന്നാൽ പോലും وكان أطيب ريحا من جميعنا. ഞങ്ങൾ 3 ഭാര്യമാരും വിലപിടിപ്പുള്ള അത്തർ വാങ്ങിയിട്ട് ഭർത്താവിന്റെ അടുക്കൽ ഞാനാണ് നല്ല സുഗന്ധം ഉപയോഗിച്ചവൾ എന്ന നിലക്ക് ഞങ്ങൾ ഓരോരുത്തരും മത്സരത്തിലാണ്. ഭർത്താവാണെങ്കിലോ അത്തർ തേക്കാറുമില്ല. പക്ഷേ وكان أطيب ريحا من جميعنا. എപ്പോഴും ഉത്ബത്ത് എന്നവരുടെ ശരീരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുന്ന സുഗന്ധം എല്ലാ അത്തറിനേക്കാളും മേലെയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല. ഒരു വഴിക്ക് ഉത്ബത്ത് പോയാൽ ജനങ്ങൾ പറയും, മാ വജദ്നാ റീഹൻ അത്യബ മിൻ റീഹി ഉത്ബത്ത. ഉത്ബത്ത് എന്നവരെക്കാൾ വലിയ സുഗന്ധം നമ്മൾ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ഭാര്യ പറയാണ്, ഫസഅൽതു ഉത്ബത, ഞാൻ ഉത്ബത്ത് എന്ന എന്റെ ഭർത്താവിനോട് ചോദിച്ചു, മാ തീബു റീഹിക ഹാദാ, എന്തേ നിങ്ങൾക്ക് ഇത്ര സുഗന്ധം കിട്ടാനുള്ള കാരണം? ഉടനെ പറയാണ്, അഖദനി ശറാ അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു ത്വക്ക് രോഗം എനിക്ക് ബാധിച്ചു. ഒരു ചെറിയ ചുണങ്ങും ചൊറിയുമൊക്കെ വരുന്ന രോഗമാണ്, അതെനിക്ക് ബാധിച്ചു. ഫശകൗതു ഇലൈഹി, ഞാൻ ഹബീബായ നബി തങ്ങളോട് പരാതി പറഞ്ഞു. ഫഅമറനീ ഫഖഅത്തു ബൈന യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇരുത്തി. വമസഹ ദഹരിഹി വബത്നി, എന്റെ പള്ളയിലും എന്റെ പുറത്തും നബി തങ്ങളൊന്ന് തടകി. ثم نفث في كفه اليمين, പിന്നെ അവിടുത്തെ വലങ്കയിലും ഊതി. فمسح ظهري وبطني, എന്നിട്ട് എന്റെ മുതുകും എന്റെ പള്ളയുടെ ഭാഗവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തടകിയപ്പോൾ എല്ലാ സുഗന്ധത്തെയും തോൽപ്പിക്കുന്ന സുഗന്ധമായി. ഇത്രയും വലിയ കറാമത്ത് ബഹുമാനം ഹബീബിന്റെ തടകല് കിട്ടിയ സ്വഹാബിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറഞ്ഞ, അവിടുത്തെ ശരീരത്തിന്റെ ഭംഗി പലപ്പോഴും പറഞ്ഞ ഈ മജ്ലിസ് ഹബീബിലേക്കൊന്ന് ചേർത്ത് സുഗന്ധപൂർണമാക്കണേ റഹ്മാനേ. ഞങ്ങളിൽ ഹബീബിനെ ഒന്ന് ലയിപ്പിച്ചു തരണേ റഹ്മാനേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനേ. മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കുമല്ലോ. നമുക്ക് ഇവിടെ വെച്ച് റബ്ബ് നൽകിയ വലിയൊരു ഭാഗ്യമാണ് സ്നേഹപ്രപഞ്ചത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ചുകൂടാൻ. അല്ലാഹുവേ, ഈ കാഴ്ചയും സംഗമവും നാളെ ലിവാഉൽ ഹംദിന്റെ കീഴിൽ ഒരുമിക്കാൻ കാരണമാക്കണേ റഹ്മാനേ. മഹാനായ സ്വഹാബി റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി തങ്ങളെ മറന്നുപോയോ? രാത്രി സമയമായി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളൂഇന്റെ വെള്ളം എടുത്തു കൊടുക്കാൻ ഉറക്കൊഴിഞ്ഞിരിക്കുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു, വുളൂഇനുള്ള വെള്ളം എടുത്തങ്ങ് കൊടുത്തു. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി മഹാനവറുകളെ കുറിച്ചതാ പ്രൗഢമായ ഒരു ഗ്രന്ഥമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു സ്ഥലത്ത് മഹാനവറുകളെ കുറിച്ച് മാത്രം സാധുവായ ഞാൻ സംസാരിക്കുന്നുണ്ട്. ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് 4 മണിക്കൂർ CD ഇറങ്ങുന്നുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ കുറിച്ച് 2 മണിക്കൂർ CD ഇറങ്ങിയിട്ടുണ്ട്. ഹദീസിന്റെ 6 ഇമാമിങ്ങളെ കുറിച്ച് 18 വാള്യം CD ഇറങ്ങിയിട്ടുണ്ട്. മദ്ഹബിന്റെ 4 ഇമാമിങ്ങളെ കുറിച്ച് 20 വാള്യം CD ഇറങ്ങിയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളെ കുറിച്ച് 100 കണക്കിന് വോള്യം CDകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ പെൻഡ്രൈവിലും മെമ്മറി കാർഡിലും അടക്കം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഓൺലൈനിൽ സൈറ്റിൽ ലഭ്യമാണ്. അല്ലാഹുവേ, ഇതെല്ലാം ജനങ്ങൾ കേൾക്കുമ്പോഴല്ലേ ഞങ്ങൾക്കൊരു ചെറിയ കമ്മീഷൻ കിട്ടൂ. ഞങ്ങളുടെ ഖൽബിൽ നീ ഇഖ്ലാസ് നൽകണേ റഹ്മാനേ. ഇമാമിങ്ങളെയൊക്കെ ഒന്ന് ഹയാത്താക്കാൻ തങ്ങൾക്ക് ആയുസ്സും വിവരവും നൽകണേ റഹ്മാനേ. മുജദ്ദിദ് അൽഫസാനി സയ്യിദു സർഹിന്ദി വല്ലാതെ സ്വാധീനിച്ചു പോയ ഒരു മഹാനാണ്. അവരുടെയൊക്കെ മദദ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഫാളിലെ ബറേൽവി ഇമാമെ അഹ്ലുസുന്ന ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളും സയ്യിദ് നഈമുദ്ദീൻ മുറാദാബാദി തങ്ങളുമൊക്കെ ഞങ്ങളുടെ മജ്ലിസിൽ മദദ് നൽകുന്ന മഹാന്മാരാക്കണേ റഹ്മാനേ. വരട്ടെ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി തങ്ങള് രാത്രി സമയത്ത് കാത്തിരുന്നിട്ട് വുളൂഇനുള്ള വെള്ളമെടുത്തങ്ങ് കൊടുക്കുമ്പോ നേതാവായ ഹബീബിന് വലിയ സന്തോഷമായി. അല്ലേ, ഇഷ്ടം വെക്കുന്ന ശിഷ്യനാണല്ലോ, സ്നേഹം വെക്കുന്ന അനുയായിയാണല്ലോ. സല്യാ റബീഅ, ഓ റബീഅത്തെ ചോദിച്ചോ. വലിയ സന്തോഷമായി പോയി റബീഅ. റബീഅ റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധിമാനാണ്. ചോദിക്കാൻ കിട്ടിയ നല്ലൊരവസരമാണല്ലോ. അല്പമൊന്ന് ആലോചിച്ചിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. വേറെ ഒന്നും വേണ്ട നബിയേ, നാളെ സ്വർഗത്തിൽ ചാരത്ത് വന്നാൽ മതി നബിയേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം, അവ ഗൈറ ദാലിക, വേറെ ഒന്നും അല്ലേ, അതുതന്നെ വേണം നബിയേ. അഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്. എന്നാൽ സുജൂദ് വർദ്ധിപ്പിച്ച് ആ പദവിയുള്ള മഹാന്മാർ ഉന്നതന്മാരായ മഹാന്മാരാണ്. ആ ഓഫർ നൽകുമ്പോ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉയരണേ റബീഅ. റബീഅ റളിയല്ലാഹു അൻഹുവിന് നൽകി ഹബീബായ നബി തങ്ങൾ നൽകിയത് സ്വർഗത്തിലെ സാമീപ്യമാണ്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഹബീബിലേക്ക് ചേരാൻ അവസരം നൽകണേ റഹ്മാനേ. റസൂലുള്ളാഹിനെ കാണാൻ ഞങ്ങൾക്ക് അർഹത നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ കാണിച്ചു തരണേ റഹ്മാനേ. മദീനയിൽ ചെന്ന് ഹബീബിലേക്ക് ലയിക്കാൻ അവസരം നൽകണേ റഹ്മാനേ. കൂട്ടുകാരാ, സിനിമ കണ്ട് കണ്ണ് കേടുവരുത്തല്ലേ മോനെ. അന്യപെണ്ണിനെ കണ്ടാസ്വദിച്ച് നേരം കളയല്ലേ മോനെ. അതൊക്കെ ഹബീബിലേക്ക് കാണാനുള്ള തടസ്സമാണ്, മറയാണ്. മൊബൈലിൽ വൃത്തികെട്ട ഒരു ക്ലിപ്പും ഉണ്ടാകരുത്. അത് കേട്ട് സമയം കളയരുത്. സ്വലാത്ത് ചൊല്ലി എപ്പോഴും നാവ് ഹബീബിനെ ഓർത്ത് ചലിക്കുന്നതാകണം. സ്വലാത്ത് ചൊല്ലിയിട്ട് ചേരുന്നതാകണം. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ കബൂലാക്കി തരണം റഹ്മാനേ.
അദീമായ റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഞങ്ങൾ വല്ലാതെ കുറ്റം ചെയ്തു പോയവരാണ്. ആലോചിച്ചു നോക്കി റസൂലുള്ളാഹിന്റെ ചാരത്ത് ചെല്ലാൻ വല്ല അർഹതയുണ്ടോന്ന് നോക്കിയപ്പോൾ റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരൂല, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി തങ്ങൾ മാറിത്തരൂല, ബിലാൽ ബിൻ റബാഹ് തങ്ങൾ മാറിത്തരൂല. ഇവരെല്ലാം ചേർന്ന് നിൽക്കുമ്പോ ഏഴകളായ നമുക്ക് എവിടെ നിൽക്കാനാണ്? ഒരു പഴുതും കാണുന്നില്ല. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തി തന്നാൽ ഹബീബിന്റെ കാലുകൊണ്ട് തട്ടിക്കുറച്ച് മുന്നോട്ട് നീങ്ങി എല്ലാ സ്വഹാബത്തും നടന്ന് ഇമാമീങ്ങളും നടന്ന് അവസാനം മമ്പുറന്തങ്ങളും വെളിയങ്കോടും വർക്കാദിത്തങ്ങളും അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാരും ഒക്കെ കയറുന്ന കൂട്ടത്തിൽ അവരുടെ കാലിൽ പറ്റിയെങ്കിലും ഞങ്ങളെ ഒന്ന് കടത്തി തരണേ റഹ്മാനേ. ഞങ്ങൾക്കൊരർഹതയുമില്ലെന്നറിയാം, നീ ഔദാര്യം ചെയ്യണേ മന്നാനെ. ഈ മജ്ലിസ് ഹബീബിലേക്ക് ലയിക്കാനുള്ള ഒരു മജ്ലിസാക്കി തരണേ റഹ്മാനേ.